and welcome back to my channel. The Use Happy Worldന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നമ്മളെല്ലാവരും തന്നെ നിറം വയ്ക്കാനും എന്നും നല്ല ചെറുപ്പമായിട്ടിരിക്കാനും മുഖത്തിനും സ്കിന്നിനും നല്ല ഗ്ലോ ഉണ്ടാവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. പ്രായമായി കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. അപ്പോഴാണ് നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. സാധാരണയായിട്ട് സ്ത്രീകളിലാണെങ്കിൽ ഒരു ആദ്യത്തെ പ്രസവം കഴിഞ്ഞത് മുതൽ തന്നെ സ്കിന്നിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ ഫേസിലും ആ ഒരു മാറ്റങ്ങൾ നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും. ചെറിയ രീതിയിൽ ചുളിവുകൾ വരാനും നമ്മുടെ മുഖത്തിനൊക്കെ സ്കിന്നിനും എല്ലാം ആ ഒരു ഗ്ലോ നഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നമുക്ക് എല്ലാ കാലത്തും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റും. പ്രായമായി കഴിഞ്ഞാലും അത് നമ്മുടെ സ്കിന്നിൽ തോന്നിക്കാത്ത രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ സ്കിൻ കെയർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് നോക്കുന്നതാണ് കൊറിയൻ സ്കിന്നുകാരുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. കൊറിയൻ സ്കിൻ കെയർ അവർ വില കൂടിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്നതിൽ കൂടുതലായിട്ട് അവർ നല്ല സ്കിന്നിന് വേണ്ടിയിട്ട് നല്ല ഫുഡ് കഴിക്കുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ അവർ നല്ല രീതിയിൽ സ്കിന്ന് കെയറും കൂടെ ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലാസ് പോലെ തിളങ്ങുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല സ്കിന്നാന്ന് തന്നെ പറയുന്നത് കൊറിയൻ സ്കിന്നാണ്. ഒരു കുത്തോ കോമയോ ഒന്നും ഇല്ലാത്ത ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് തന്നെയാണ് കൊറിയക്കാർക്കുള്ളത്. അങ്ങനെ ആവാനുള്ള കാരണം അതങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കും അതുപോലെയുള്ള സ്കിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊറിയക്കാരെ പോലെ നല്ല ഗ്ലാസ് സ്കിന്ന് നമുക്ക് കിട്ടുന്നുള്ളത് നോക്കാം. ഇത് നമ്മളെക്കൊണ്ട് നടക്കാത്ത കാര്യമൊന്നുമല്ല. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യവും നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് എന്തായാലും തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു സ്കിന്ന് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതും അതുകൂടാതെ സ്കിന്ന് നിറം വയ്ക്കാനും ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതും സ്കിന്ന് നല്ല ഹെൽത്തി ആക്കി വയ്ക്കാനുള്ളതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിൽ ഒരുപാടായിട്ട് ഡെഡ് സെൽസ് ഉണ്ടാവും. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുഖം അല്ലെങ്കിൽ സ്കിന്ന് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. ഒരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കില്ല, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡള്ളായിട്ടുള്ള ഫേസ് പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലോ കിട്ടണം, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിലൊരിക്കൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പാത്രത്തിലൊക്കെ കരി പിടിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കാറില്ലേ? അങ്ങനെ ഉരച്ച് കഴുകുന്ന സമയത്ത് പെട്ടെന്ന് അഴുക്കൊക്കെ പോയിട്ട് കാണാൻ നല്ല വൃത്തിയായിട്ട് വരില്ലേ? അതേ സംഭവം തന്നെയാണ് നമ്മൾ ഫേസിലും ചെയ്തു കൊടുക്കേണ്ടത്. ഫേസിൽ അല്ലെങ്കിൽ ഫുൾ ബോഡി സ്ക്രബ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അങ്ങനെ സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും നല്ലതാണ് ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി. കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടുള്ള പഞ്ചസാര പൊടിച്ചതിൻ്റെ കൂടെ കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബായി കിട്ടും. വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സ്കിന്നൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുക. ഒരുപാട് സ്പീഡിലായിട്ട് റഫായിട്ടൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. വളരെ പതുക്കെ മാത്രം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കിന്നിന് മുകളിലായിട്ട് നിൽക്കുന്ന ആ ഒരു അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളും എണ്ണമയം ഉണ്ടെങ്കിൽ അതും പിന്നെ ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ആയി കിട്ടും. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. ആ ഒരു ഡൾനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീൽ തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരു 5 മിനിറ്റോളം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ചുണ്ടിന് താഴെയായിട്ട് അല്ലെങ്കിൽ മൂക്കിൻ്റെ 2 സൈഡിലായിട്ട് മൂക്കിന് മുകളിലായിട്ട് അവിടെയൊക്കെ കുറച്ച് കൂടുതൽ നേരം എടുത്ത് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ പിമ്പിൾസ് ഉള്ളവർക്ക് പിമ്പിൾസ് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും കൂടാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്കെപ്പോഴും ഫേസിനുള്ളിൽ അഴുക്കുകളും എണ്ണമയവും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് പിമ്പിൾസ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വഴി ആ ഒരു പിമ്പിൾസ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് നമുക്ക് കുറയ്ക്കാം. നമ്മുടെ മുഖത്തുള്ള അഴുക്കും എണ്ണമയൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് വെച്ച് കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടുള്ള എന്തിനെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം, ദിവസത്തിലൊരിക്കൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് കഴുകിയെടുക്കുക. ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ സ്കിന്നിലുള്ള എണ്ണമയവും അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടും. നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സൊക്കെ ഒന്ന് തുറന്നു വരാനും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോഴ്സൊക്കെ ഒന്ന് തുറക്കാനും അതുവഴി നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന മുഖക്കുരു, ബ്രേക്കൗട്ട്സ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് ദിവസത്തിലൊരിക്കൽ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകിയെടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഫേഷ്യൽ എക്സസൈസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഫേഷ്യൽ എക്സസൈസൊക്കെ എങ്ങനെയാണ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ജെയ്ഡ് റോളേഴ്സൊക്കെ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേഷ്യൽ മസാജൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഫേഷ്യൽ എക്സസൈസ് മാത്രമല്ലാതെ ദിവസവും ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനാണെങ്കിലും നമ്മുടെ ആ ഒരു ഭംഗി കീപ്പ് ചെയ്യാനാണെങ്കിലും നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഫേഷ്യൽ എക്സസൈസും ബോഡി എക്സസൈസും ദിവസവും ചെയ്യാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ ഫോളോ ചെയ്യുക. ദിവസവും നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രോസസ് ഉണ്ട്. മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക, പിന്നെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക, പിന്നെ ടോണർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഏതെങ്കിലും ഫേസ് മാസ്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് സീറം യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു സ്കിന്ന് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് മാത്രം, അതുപോലെ തന്നെ കെമിക്കൽ വളരെയധികം കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾക്ക് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം, ഒരു നല്ല റിസൾട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. മുഖം കഴുകി വൃത്തിയാക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ പൊടിയോ കടലമാവോ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവർ ചെറുപയർ പൊടിയുടെ കൂടെ പാല് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് മുഖം കഴുകുന്നതാണ് നല്ലത്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചെറുപയർ പൊടി യൂസ് ചെയ്യാം. ഇനി ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ കടലമാവോ മുൾട്ടാണി മിട്ടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ സ്കിൻ ഉള്ളവർക്ക് എന്ത് യൂസ് ചെയ്തിട്ട്, പയറുപൊടി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കടലമാവ് യൂസ് ചെയ്തിട്ടോ കഴുകാം. ഇനി വളരെയധികം എക്സ്ട്രീം ആയിട്ടുള്ള ഓയിലി സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഉഴുന്നുപൊടി വെച്ചിട്ട് കഴുകുന്നതാണ് നല്ലത്. ഉഴുന്നുപരിപ്പ് പൊടിച്ചിട്ട് ആ ഒരു പൊടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് കഴുകുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഫേസ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടോണറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തന്നെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോണർ, ഇപ്പോൾ എൻ്റേത് ഓയിലി സ്കിന്നാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോണർ ഗ്രീൻ ടീയുടെ ടോണറാണ്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാതിരിക്കാനും മുഖക്കുരുവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ, മുഖത്തെ കറുത്ത പാടുകളാണെങ്കിലും സൺ ടാൻ ആണെങ്കിലും അതൊക്കെ മാറാനും നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഗ്രീൻ ടീയുടെ ടോണർ. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഗ്രീൻ ടീയുടെ ടോണർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുള്ളതാണ്. മോയ്സ്ചറൈസറിൽ ഏറ്റവും നല്ല ഒരു മോയ്സ്ചറൈസറാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. മോയ്സ്ചറൈസർ എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാത്രമേ നല്ല മോയ്സ്ചറൈസർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആൽമണ്ട് ഓയിലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കും. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലർക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇങ്ങനെ ഓയിൽ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ പേടിയായിരിക്കും, പിമ്പിൾസൊക്കെ അധികമാവുമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആൽമണ്ട് ഓയിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ സ്കിൻ എപ്പോഴും നല്ല ചെറുപ്പമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഏത് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ കെമിക്കൽ കുറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാ ദിവസവും നല്ലൊരു സിറം യൂസ് ചെയ്യുന്നതും നല്ലതാണ്. സിറമൊക്കെ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ദിവസത്തിൽ. രാവിലെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ല സിറമാണ് വൈറ്റമിൻ സി സിറം. അപ്പോൾ അത് ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടായിട്ടുള്ള സിറം യൂസ് ചെയ്യുക. ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് മാസ്കുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾ മൊത്തത്തിൽ സ്കിന്നൊന്ന് കെയർ ചെയ്യുക.
പിന്നെ നമുക്ക് വെയിൽ കൊണ്ടിട്ടൊക്കെയാണ് നമ്മുടെ സ്കിന്നിൽ അധികവും ചുളിവുകളും സൺ ടാനും ഒക്കെ വന്ന് സ്കിന്നിൻ്റെ ആ ഒരു പഴയ ലുക്ക് തന്നെ മാറിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് പഴയ രീതിയിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ തിരിച്ചു പിടിക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗ്ലോയിങ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് സ്കിന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൊറിയൻ സ്കിന്ന് പോലെയുള്ള അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിന്ന് എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 2 ആഴ്ചയെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്താൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്